പശ്ചിമേഷ്യയിൽ വീണ്ടും അക്രമത്തിന്റെ വാർത്ത വരുന്നു. യുദ്ധക്കെടുതിയുടെ വാർത്തകളും വരികയാണ്. ഇസ്രയേലിലെ ടെലവീവിൽ സ്ഫോടനമെന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. ഇറാൻ ആക്രമിച്ചെന്നും തിരിച്ചടിയുണ്ടാകുമെന്നും ഇസ്രയേൽ പറയുന്നു. ഇറാനിലെ ഇസ്ഫഹാൻ സൈനിക താവളത്തിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. അങ്ങനെ ലോക സമാധാനത്തിന് ഭീഷണിയായി പശ്ചിമേഷ്യ കത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസ് പ്രൈം ടൈമിൽ വരുന്നു. പി ജെയിംസ് പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ യുദ്ധക്കെടുതിയുടെ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? കാര്യം ഇന്ന് രാത്രി കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആളുകൾ പറയുന്നു. ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ 5ാം ദിവസം ഏതാണ്ട് പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് നടക്കുന്നത്. ഇസ്രായേൽ ഒരുപക്ഷെ അഹങ്കരിച്ചിരിക്കുന്നു, തങ്ങളുടെ അയൺ ഡോമുകൾക്കുള്ളിൽ എല്ലാം ഒതുക്കാൻ കഴിയുമെന്ന്. പക്ഷെ അയൺ ഡോമുകളെ വീണ്ടും കബളിപ്പിച്ചുകൊണ്ട് ടെല്ലവീവിൽ വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇസ്രായേലിന്റെ അഭിമാനമായി കരുതുന്ന ലോകോത്തര ചാര സംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്താണ് ഒരു മിസൈൽ പതിച്ചിരിക്കുന്നത്. മൊസാദിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇറാൻ ആ മിസൈൽ അയച്ചിട്ടുള്ളത്. അപ്പോൾ മൊസാദിന്റെ ആസ്ഥാനത്ത് വീണിരിക്കുന്നു, മറ്റ് കെട്ടിടങ്ങൾക്ക് മേൽ വീണിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ടെല്ലവീവിൽ തന്നെയാണ്, ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലാണ് ബാലിസ്റ്റിക് മിസൈൽ പതിച്ചിട്ടുള്ളത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതനുസരിച്ച് 12 മിനിറ്റാണ് എടുക്കുന്നത്. 1300-1500 കിലോമീറ്റർ